അങ്ങനെ നമ്മുടെ കേരളവും ഇന്ത്യയുടെ വ്യോമയാന പ്രതിരോധ ഭൂപടത്തിൽ ഇടം പിടിക്കുകയാണ്. ചെറിയ രീതിയിലല്ല, വളരെ കാര്യമായിട്ട് തന്നെ ഇടം പിടിക്കുകയാണ്. കേരളത്തിലെ കോഴിക്കോട് രാജ്യത്തിൻ്റെ വ്യോമ അതിർത്തികൾ നിരീക്ഷിക്കാനും വ്യോമസുരക്ഷ ശക്തിപ്പെടുത്താനുമൊക്കെ ആയിട്ട് അത്യാധുനിക സംവിധാനങ്ങളുള്ള ഒരു തന്ത്രപ്രധാനമായ നിരീക്ഷണ കേന്ദ്രം റഡാർ അടക്കം വരുന്നതെന്നാണ് ഏറ്റവും പുതിയ വാർത്ത. കടലുണ്ടിയിൽ 40 ഏക്കർ സ്ഥലത്താണ് ഈ കേന്ദ്രം സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ പദ്ധതി ഇട്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച ഭൂമി കൈമാറുന്ന അടക്കമുള്ള ഫയൽ വർക്കുകൾ കോഴിക്കോട് ജില്ലാ കളക്ടറേറ്റിൽ ആരംഭിച്ചു കഴിഞ്ഞു. വെറോണിഷ് എന്ന അതിമാരകമായ വിദൂര വ്യോമ പ്രതിരോധ സംവിധാനം അത് റഷ്യ ഇന്ത്യക്ക് നൽകാമെന്ന് ഏറ്റിട്ടുണ്ട്. ആ സംവിധാനം എല്ലാം ഓക്കെ ആവുകയാണെങ്കിൽ അത് കോഴിക്കോടാകും ആദ്യമായി പ്രവർത്തന സജ്ജമാക്കുക. ലോകത്ത് മറ്റാർക്കുമില്ലാത്ത ദൂരപരിധിയാണ് ഈ റഷ്യയുടെ വെറോണിഷ് എന്ന ഈ റഡാർ സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ആകാശത്തെ ലംബമായി, അതായത് നേരെ മുകളിലേക്ക് 8000 കിലോമീറ്റർ വരെ, ചരിഞ്ഞാണെങ്കിൽ 10000 കിലോമീറ്റർ വരെയുള്ള ആ ശത്രുലക്ഷ്യങ്ങളെ വ്യക്തമായി ട്രാക്ക് ചെയ്ത് തുടർ നടപടി സ്വീകരിക്കാനുള്ള സവിശേഷതയാണ് ഈ വെറോണിഷ് റഡാർ സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. റഷ്യ ഇത് മറ്റാർക്കും, ചൈനയ്ക്ക് പോലും നൽകിയിട്ടില്ല. ഇന്ത്യക്ക് എന്തായാലും ഇത് നൽകാമെന്ന് റഷ്യ സമ്മതിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വെറോണിഷിൻ്റെ ഒരു കേന്ദ്രമാകും, വെറോണിഷ് സംവിധാനത്തിൻ്റെ ഒരു നിരീക്ഷണ കേന്ദ്രമാകും ഇനി കോഴിക്കോട്ടെ കടലുണ്ടി. കാരണം അത്ര കണ്ട് സങ്കീർണമാണ് ഇന്നത്തെ ആഗോളതലത്തിലെ യുദ്ധരീതികൾ. ഇന്ത്യയുടെ ദക്ഷിണ പ്രദേശങ്ങൾ പൊതുവെ സമാധാനപരമായ നിലയിലാണെന്നാണ് വയ്പ്. എന്നാൽ ചൈനയുടെ കടലിലെ ആധിപത്യം, അധിനിവേശ ശ്രമങ്ങളൊക്കെ ഏറെ ഭീഷണിയാകുക ഇന്ത്യയുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കാണ്. തമിഴ്നാട്, കേരള, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ചൈന കടൽ വഴി ഒരു ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമോ ഡ്രോൺ ആക്രമണം നടത്തിയാൽ ഇന്ത്യക്കത് ചിന്തിച്ച് കൂട്ടാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാകും. കാരണം പ്രത്യേകിച്ച് പ്രതിരോധ സംവിധാനങ്ങളൊന്നും തൽക്കാലം ഇവിടെയില്ല. വ്യോമസേനയുടെ റഡാർ സംവിധാനങ്ങൾ പൊതുവെ കേരളത്തിലടക്കമുള്ള പ്രദേശങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അതിദൂരത്ത് വരുന്ന ബാലിസ്റ്റിക് മിസൈലുകളടക്കം തടഞ്ഞു നിർത്തി നശിപ്പിക്കാനുള്ള കഴിവ് കേരളത്തിലെയോ ദക്ഷിണേന്ത്യയിലെയോ ഒരു സംസ്ഥാനത്തെയും പ്രതിരോധ സംവിധാനങ്ങൾ അവിടെ സജ്ജീകരിച്ചിട്ടില്ല എന്നാണ് വസ്തുത. ആ ഒരു കുറവ് പരിഹരിക്കുന്നതിനായാണ് ഇപ്പോൾ കേന്ദ്രം ഈ ഒരു നീക്കം നടത്തുന്നത്. കേരളത്തിൽ തന്നെ ഏഴിമല നാവിക അക്കാദമി പ്രവർത്തിക്കുന്നുണ്ട്. കണ്ണൂരിൽ പാരാമിലിറ്ററി ട്രൂപ്പുണ്ട്. കൊച്ചിയിൽ ഒരു നേവൽ ബേസ് ഉണ്ട്. അവിടെ INS ഗരുഡ, INS വെണ്ടുരുത്തി, INS ദ്രോണാചാര്യ തുടങ്ങിയ യുദ്ധ ബേസുകളുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് വരെ നിർമ്മിച്ച ലോകത്തെ മുൻനിര കപ്പൽ നിർമ്മാണശാല കൊച്ചിയിലുണ്ട്. തിരുവനന്തപുരത്തെ പാങ്ങോട് സൈനിക കേന്ദ്രം വളരെ സുപ്രധാനമായൊരു കേന്ദ്രമാണ്. സദൻ എയർ കമാൻഡും കേരളത്തിൽ തിരുവനന്തപുരത്താണ്. ശംഖുമുഖത്ത് എയർഫോഴ്സ് സ്റ്റേഷനും എയർബേസുമുണ്ട്. അത് സജീവമാണ് അന്നും ഇന്നും. അപ്പോൾ കേരളവും മിസൈൽ പ്രതിരോധത്തിനുള്ള അത്യാധുനിക റഡാർ അടക്കം വ്യോമപ്രയോഗ കേന്ദ്രം കൊണ്ട് നിരീക്ഷണം സജ്ജമാക്കുകയാണ്. പുതിയ യുദ്ധങ്ങളിൽ, പ്രത്യേകിച്ച് റഷ്യ, ഉക്രൈൻ, ഇസ്രായേൽ, ഇറാൻ ഇവർ തമ്മിലുള്ള അടുത്തിടെ നടന്ന യുദ്ധങ്ങളിൽ, ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധങ്ങളിലൊക്കെ നാം കണ്ടതാണ് ഡ്രോണുകളുടെ ഏറ്റവും പുതിയ ആക്രമണ തന്ത്രങ്ങൾ. ഉക്രൈനിൽ നിന്നും 2000 കിലോമീറ്റർ വരെ സഞ്ചരിച്ചാണ് സൈബീരിയൻ മേഖലയിലെ റഷ്യൻ വ്യോമത്താവളങ്ങളിൽ ഉക്രൈൻ്റെ ഡ്രോണുകൾ അവിടെ പറന്നു നിന്ന് ആക്രമണം നടത്തിയത്. റഷ്യയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ഉക്രൈനിലെ ഡ്രോണുകൾ സജ്ജമായി പറന്നു നിന്ന് ആക്രമണം നടത്തുകയായിരുന്നു. അതും ട്രക്കുകളിൽ കടത്തിയ, റഷ്യയിലേക്ക് ട്രക്കുകളിൽ കടത്തിയ ഡ്രോണുകൾ എന്നതും ഏറ്റവും പുതിയ യുദ്ധതന്ത്രമാണ്. ശത്രുവിനെ അതിൻ്റെ അടുത്ത് ചെന്ന് കനത്ത രീതിയിൽ നാശനഷ്ടമുണ്ടാക്കുക എന്നതാണ് ഇപ്പോഴത്തെ ഡ്രോൺ യുദ്ധരീതി. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ്റെ നിരവധി ഡ്രോണുകൾ, ഇന്ത്യക്കെതിരെ സ്ഫോടക വസ്തുക്കൾ കയറ്റിവിട്ട തുർക്കി നിർമ്മിത അത്യാധുനിക ഡ്രോണുകൾ പലതും ഇന്ത്യയുടെ ആകാശ പ്രതിരോധ സംവിധാനങ്ങൾ, ആകാശ് മിസൈൽ അടക്കമുള്ളവ കണ്ടെത്തി തകർത്തെറിഞ്ഞതാണ്. അപ്പോൾ ശത്രുരാജ്യത്തിൻ്റെത് പാകിസ്ഥാൻ്റെ ആകാം, ചൈനയുടേതാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഇന്ത്യ ഒന്ന് ഉലഞ്ഞു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ വകയാകാം. ഈ രണ്ട് രാജ്യങ്ങളുടെ മിസൈലുകൾ, കടൽ വഴിയുള്ള നുഴഞ്ഞുകയറ്റങ്ങൾ, ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് പ്രത്യക്ഷത്തിൽ കടുത്ത ഭീഷണി ഉയർത്തുന്നത്. യുദ്ധക്കപ്പലുകളിൽ നിന്നും ഡ്രോണുകൾ കേരളത്തിൻ്റെയോ തമിഴ്നാടിൻ്റെയോ ഒക്കെ ആന്ധ്രയുടെ ഒക്കെ കടൽ അതിർത്തിയിൽ വന്നിട്ട് ആക്രമണം നടത്താനുള്ള സാധ്യത വ്യോമസേനയും കരനാവിക സേനകളും തള്ളിക്കളയുന്നില്ല. തെക്കൻ സംസ്ഥാനങ്ങളും യുദ്ധപ്രോൺ ഏരിയ ആണെന്ന് രാജ്യത്തെ പ്രതിരോധ വിദഗ്ധരും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചൈനയുടെ ചാരക്കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തലങ്ങും വിലങ്ങും നടക്കുകയാണ്. ഇന്ത്യയിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നറിയാനായിട്ട്. മാലദ്വീപിൽ ചൈനയുടെ ചില ഇടപാടുകൾ നടക്കുന്നുണ്ട്. അത് ന്യൂഡൽഹി വ്യക്തമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ശ്രീലങ്കയിൽ അവിടുത്തെ ഹംബട്ടോഡ തുറമുഖം അത് ചൈന നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയോട് ചേർന്ന ശ്രീലങ്ക തന്ത്രപ്രധാനമായൊരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യയിലെ
കേരളത്തിൽ S-400 അടക്കം ആകാശ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളടക്കം ഇന്ത്യയുടെ റഡാർ, ഫ്ലൈറ്റ് ട്രാക്കർ, ഫ്ലൈറ്റ് ജാമർ സംവിധാനങ്ങളെല്ലാം അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് സിസ്റ്റം അടക്കം കോഴിക്കോട് സ്ഥാപിക്കാനാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ദക്ഷിണേന്ത്യയിലെ തന്നെ തന്ത്രപ്രധാനമായ വ്യോമ പ്രതിരോധ സംവിധാനം S-400 ആകാശ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, ഫ്ലൈറ്റ് ട്രാക്കറുകൾ, ഫ്ലൈറ്റ് ജാമറുകൾ, റേഡിയോ ഫ്രീക്വൻസി റഡാറുകൾ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു അഡ്വാൻസ്ഡ് ഫ്ലൈറ്റ് എയർ ഡിഫൻസ് സിസ്റ്റം. ഇതാണ് കോഴിക്കോട് എത്രയും പെട്ടെന്ന് പ്രവർത്തനം ആരംഭിക്കാൻ കേന്ദ്ര പ്രതിരോധ വകുപ്പ് തയ്യാറെടുക്കുന്നത്. ദക്ഷിണേന്ത്യ വഴി കടൽ മാർഗമുള്ള ഏതൊരു ആക്രമണവും ഏത് വിധേനയും തടയുക എന്നത് തന്നെയാണ്